ഹായ് ഗൈസ്, വിക്കിയാണേ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതിൻ്റെ ടെൻഷനും അതിൻ്റെ പോരായ്മകളും എല്ലാം ഒരുപാടുണ്ട്. ആൻഡ് മോർ ഓവർ ഈ ഗുരു ഞാൻ ഡയറ്റ് പ്രമാണിച്ച് കുറച്ച് മുട്ട പ്രോട്ടീനായിട്ടൊക്കെ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ സമ്മാനമാണിത്. നല്ല ബൾബ് പോലെ എണീച്ച് നിൽപ്പുണ്ടല്ലേ, അതാണ്. അപ്പം നമ്മളിന്നിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ട് എന്താണ് എൻ്റെ അനിയൻ, എല്ലാവർക്കും അറിയാം. എന്താ ഇവിടെ നിൽക്കുന്ന, നിങ്ങൾ വരുന്നില്ലേ? അപ്പം നമ്മളിനി ഒരു കുറച്ചുകൂടെ ടെക്സ്റ്റൊക്കെ ഒന്ന് വാങ്ങണം. അപ്പം അതിന് ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു HNC ആയിരിക്കും. പോകാം, അങ്ങോട്ടേക്ക് പോകും. ഗൈസ്, നിങ്ങൾക്ക് ബാക്കിൽ കൂടെ നോക്കിയാൽ കാണാം, നല്ല തിരക്കുണ്ട്. ഈ റോഡിൽ നിന്ന് എങ്ങനെ പോകുന്ന പറഞ്ഞാൽ നല്ല മഴയാണ്. ഇപ്പോൾ ഒന്ന് തോന്നുന്നു ഇപ്പോൾ ഉണ്ട്, പക്ഷെ എങ്ങനെ പോകുന്ന പറഞ്ഞാൽ എന്തായാലും പോകാം, പോയി നോക്കാം. നല്ല മഴയാണ്. മഴ ഇപ്പം ഇല്ല, പക്ഷെ നല്ല ബ്ലോക്കാണ്. ഇവിടെ മരം എന്തോ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അതെ, ഇവിടെ വെട്ടം വല്ലതും ഉണ്ടോ? നല്ല ഗ്രെയിൻസ് ആണ് എൻ്റെ ഫോണിൽ, പക്ഷെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി ഇരിക്കുന്ന ആളെ കണ്ടൂടെ, ഭയങ്കര ഇൻഡിക്കേറ്റർ ജാടയാണ്. നല്ല വെള്ളക്കെട്ടാണ്. ഇവിടെ കുഴിയുണ്ട്. ഇവിടെ എന്തുണ്ടെന്ന് പോലും വെള്ളം പോയാ. അപ്പം നമ്മളുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. അത് എത്തി, അളവിലാണ്. മിക്ക ടെക്സ്റ്റുകൾ ഇവിടെ കിട്ടും. NCERT, ICSE ടെക്സ്റ്റ് ആയിക്കോട്ടെ, എല്ലാം കിട്ടും. അപ്പം നമുക്ക് അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാൻ എന്തൊക്കെ വാങ്ങുന്നു നോക്കാം. എന്തായി ബുക്ക് എടുക്കുന്ന കാര്യം എന്തായി? അരുൺദീപിന്റെ എടുക്കാൻ കാരണം ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ വിത്ത് ആൻസേഴ്സ്. പക്ഷേ ജോഗ്രഫി ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഓൾ ഇൻ വൺ വേണം, അതും അരുൺദീപിൻ്റെ തന്നെ ജോഗ്രഫി വേണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടി? ഇത് എൻ്റെ അമ്മയുടെ സ്റ്റുഡൻറ്റിന് വേണ്ടി. അമ്മയ്ക്ക് പഠിപ്പിക്കാം. അമ്മ ട്യൂഷൻ ടീച്ചറാണ്. അപ്പം അമ്മ നല്ലൊരു ഗൈഡും കൂടെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് 10ലാണ്. അപ്പം അതുകൊണ്ട് നല്ലപോലെ വർക്കൗട്ട് ചെയ്യണ്ടേ അതിന്. ഞാൻ വിചാരിച്ചു ഓൾ ഇൻ വണ്ണിൻ്റെ ജോഗ്രഫിയും അരുൺദീപിൻ്റെ ഹിസ്റ്ററിയും സേവ്സ് കൊടുക്കാം. ഭയങ്കര കൺഫ്യൂസ്ഡാണ് ആക്ച്വലി, കാരണം രണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഫൈനലൈസ് ചെയ്തെങ്കിൽ നമുക്ക് ബില്ല് ചെയ്യാൻ പോയല്ലോ. തീർച്ചയായും പോവാം. നമ്മൾ തന്നെ കൊള്ളണം, അല്ലാണ്ട് ആരും വരില്ല കൊള്ള. എവിടെ പോവാം? സംസമി പോവാം. എവിടെ പോവാം? സംസമി നല്ല തിരക്കായിരിക്കുമല്ലോടാ, പക്ഷെ അവിടെ നല്ല ഫുഡുമാണ്. അപ്പൊ സംസമി പോവാം. വലിയ വിലയും നല്ല വിശപ്പുണ്ട്. എനിക്ക് കുടല് കരിയണം, ഭയങ്കര വിശപ്പാണ്. അത് എനിക്കറിയില്ല, ജ്യൂസ് കുടിച്ചതിൻ്റെതാണോന്ന് അറിയില്ല, പക്ഷേ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു സംസമി പോയല്ലോ. പിന്നെ അൽഫാം കഴിക്കല്ലേ. നല്ല മഴയുണ്ട്, മിക്കവാറും ഇറങ്ങി ഓടേണ്ടി വരും. കുട ഉണ്ടോ? തപ്പണം. മഴ നനഞ്ഞ ഒരാൾ ഇരിപ്പുണ്ട് ഗൈസ്. നനഞ്ഞ് കുളിച്ച് നനഞ്ഞ് കുളിച്ച് പണ്ടാറയാണ്. ഇത് ശരിക്കും മഴത്തുള്ളിയായിരുന്നു, അല്ല ബൾബാണ്. 2021 പക്ഷെ അന്ന് ഇത്ര ഓവർ സൈസാന്ന് തോന്നൂല. നനഞ്ഞ് കുളിച്ച് തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊന്ന് വെട്ടാം. എല്ലാവരും നമ്മളിങ്ങനെ നോക്കുന്നു, ഭയങ്കര ഓക്വേർഡാണ്. എല്ലാവരും എടുക്കുന്നുണ്ട്. ഞാൻ ഒരു കുബൂസും ഷവായി
നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പം മഴ കുറച്ച് കുറവുണ്ട്. നല്ലൊരു ഈവനിങ് ആയിരുന്നു. വീട്ടില് ഇരുന്ന് സമയം വെറുതെ കളയുന്നതിന് പകരം നമ്മൾ വന്നു, ടെക്സ്റ്റൊക്കെ വാങ്ങിച്ചു. ഗായ്സ്, നമ്മുടെ അജിനൊരു അബദ്ധം പറ്റി. ഇത് കാറ് ബാക്കിൽ വേറൊരു കാറെ കണ്ട കിടപ്പുണ്ട്. അതിന് ചെന്നിട്ട് ചെളിയൊക്കെ ആയല്ലോ എന്നും പറഞ്ഞു ഒരച്ചതുപോലെ. അപ്പൊ ഇവൻ ഇതാരെന്ന് പറഞ്ഞവിടെ തുടക്കണ്. അപ്പൊ ഞാൻ വിശ്വസിച്ചു പാവം ആരോ ഒരച്ച് കളഞ്ഞിട്ടങ്ങ് പോയി. അപ്പോഴാണ് സെക്യൂരിറ്റി മാമ വന്നിട്ട് പറഞ്ഞത്, ഇതെല്ലാം മോന്റെ വണ്ടി ഇതോ ഫ്രണ്ടിൽ കിടക്കണം തന്നെ. നിനക്കറിയാവോ? പിന്നെ ഇവ ഏത് നേരം ഇങ്ങോട്ടാണ് കേട്ടോ. എടാ എനിക്കാണ് കേൾക്കാം. ഓക്കെ, അപ്പൊ നല്ലൊരു നൈറ്റാണ്. വളരെ എന്താണ് കഥ ഞാൻ പറയുന്നില്ല. ഓ, പിന്നെ അത് കഴിഞ്ഞല്ലോ. ഓ, നല്ല നൈറ്റ് ആയിരുന്നു. നല്ലതായിട്ട് ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞ ഒന്നര ആഴ്ചയായിട്ട് നാക്കിന് രുചിയുള്ളതൊന്നും അങ്ങനെ ഞാൻ തിന്നില്ല. ഇന്ന് കഴിച്ചു. ഈ 2 മാസം കഴിഞ്ഞാന്നാണ് ഞാൻ പറയണത്. 2 മാസം അത് പറ്റുമെന്ന് അറിയില്ല. നമുക്ക് വ്ലോഗൊക്കെ നെക്സ്റ്റ് ഇല്ലേ? നമുക്ക് വ്ലോഗൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കങ്ങനെ പറ്റില്ല. ചേട്ടാ, ഫുഡ് ഇഷ്ടപ്പെട്ടാ? ഫുഡ് കഴിച്ച് അനങ്ങാൻ പറ്റാതിരിക്കുക. അപ്പൊ പറയും കൊറേ കഴിച്ചു. അങ്ങനെയൊന്നും ഇല്ല. പിടിച്ചത് വലുത് എന്താണ് മറ്റേ 2 കുബൂസ് പിന്നെ ഒരു ചെസ്റ്റ് പീസ്. കോഴിയുടെ ബാക്കിന്റെ സൈഡ് പറഞ്ഞില്ലേ, ആ ഏരിയ മുഴുവനും. പക്ഷെ പ്രോട്ടീൻ അകത്ത് കയറി. നോട്ട് ദ പോയിന്റ് അല്ലേ? അത് പ്രോട്ടീൻ അല്ലേ? കുറച്ചുള്ള ബാക്കി പ്രോട്ടീനോട് പോയി. നല്ല കോഴിയാവണം. എങ്ങനെ ഇരിക്കുന്നു ഗൈസ്? നല്ല കോഴിയാവണമെന്നില്ല. അപ്പൊ അതൊക്കെ കഴിച്ചു. വയറ് വീട്ടിൽ നിന്ന് വിളി ഇല്ലേ? അങ്ങനെ നമ്മൾ വന്നോണ്ടിരിക്കുക. നമ്മളെ വീട്ടിൽ പൊക്കോണ്ടിരിക്കണം. വീട്ടിൽ നിന്നൊക്കെ വിളി വന്നു ഗൈസ്. കറണ്ട് ഇല്ലേ? പതുക്കെ പോയാ മതി. എന്നാ ഈ ഇരുട്ട് മഴ എവിടെ പൊട്ടി കിടക്കണമെന്ന് വിളിച്ചു. ഇപ്പം ഭയങ്കര കാറ്റും മഴയല്ലേ. അപ്പൊ അങ്ങനെ പേടിയാണ് വീട്ടുകാർക്കൊക്കെ. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പോവും. അതെ. ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞ. എന്താണ്, നല്ലൊരു ഫുഡ് കഴിച്ചാൽ തന്നെ മനസ്സിലുള്ള വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് വേറെ. എന്നോട് വന്നില്ല. ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയുന്നത്.